പിയർ ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഹൃത്തുക്കളുടെ സ്വാധീനം. അപ്പോൾ പിയർ ഇൻഫ്ലുവൻസ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് എ പിയർ ഗ്രൂപ്പ് ഹാസ് ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ് ടു ഫിറ്റ് ഇൻ ടു എ പെർട്ടിക്കുലർ വേ ഓഫ് തിങ്കിങ് ആൻഡ് ബിഹേവിങ്. അപ്പോൾ നമ്മുടെ ഒരു ഗ്രൂപ്പ്, ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാവും ഫ്രണ്ട്സിൻ്റെ, അവരിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും ആ ഗ്രൂപ്പിൽ പെട്ട മറ്റുള്ള ആളുകളെ എങ്ങനെ തിങ്ക് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ദിസ് ഇൻഫ്ലുവൻസ് ഇൻക്രീസസ് ആസ് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ഗ്രോ ഓൾഡർ ആൻഡ് റീച്ച് അഡോളസൻസ്. ഇതിങ്ങനെ കൂടി വരുന്ന ഒരു സംഭവമാണ്. ആൻഡ് ദാറ്റ് ഈസ് എന്താണ്, പല രീതിയിൽ തന്നെ ഈ ചിന്താഗതികളെ സ്വാധീനിക്കാൻ എന്താ പറയുക, ഈ ഒരു പിയർ ഗ്രൂപ്പിന് സാധിക്കുമെന്നാണ് പറയുന്നത്. So peer pressure is more about an adolescent choosing to do something or wear something or say something or view things in a particular way in order to feel accepted and valued by their peers. അത് ജസ്റ്റ് ഒരു ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല, അതിലപ്പുറത്തേക്ക് ഇവരുടെ ഓരോ പ്രവൃത്തിയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിയർ ഇൻഫ്ലുവൻസിന് പറ്റുമെന്നാണ് പറയുന്നത്. ബട്ട് ഇഫ് യങ് പീപ്പിൾ ഫീൽ ത്രെറ്റൻഡ് ഓർ ഫോഴ്സ് ടു ഡു സംതിങ് or if they are isolated from their peer group because they do not want to conform, this can be considered as bullying. അപ്പോൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ബുള്ളിയിങ് എന്നാണ് പറയാം. ഓക്കെ, അതായത് അവരെ ഒരു പീഡിപ്പിച്ച് ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളതിനാണ് ആ രീതിയിലുള്ള പ്രവർത്തിക്കാണ് ബുള്ളിയിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും പിയർ ഇൻഫ്ലുവൻസ് ഉണ്ട് കേട്ടോ. അതിൽ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഗുണകരമായിട്ടുള്ള ഇൻഫ്ലുവൻസ്. ദാറ്റ് ഈസ് പിയർ പ്രഷർ ക്യാൻ ആക്ച്വലി ഹാവ് എ വെരി പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ബ്രിങ്ങിങ് അബൌട്ട് പോസിറ്റീവ് ചേഞ്ചസ് ഓൺ ദ ബിഹേവിയർ ഓഫ് അഡോളസൻസ്. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകുന്ന സമയത്ത് ദർ വിൽ ബി വെരി ഗുഡ് ബിഹേവിയർ ഇൻ ദാറ്റ് പേഴ്സൺ. അതായത് അവോയ്ഡിങ് ആക്ടിങ് ഇൻ എ നെഗറ്റീവ് ഓർ ആൻറ്റി സോഷ്യൽ മാനർ. മോശമായ രീതിയിൽ, സമൂഹത്തിന് മോശമായ രീതിയിൽ പെരുമാറുന്നതെന്ന് അവർ ഒഴിവായി നിൽക്കും. മാത്രമല്ല ദേ വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഗ്രൂപ്പ്സ് സ്പോർട്ടിങ് ഓർ സോഷ്യൽ ആക്ടിവിറ്റി. സാമൂഹിക സേവനം, അതുപോലെ സ്പോർട്സ്, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ താല്പര്യമായിരിക്കും, പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ ഡെവലപ്പിംഗ് ന്യൂ സ്കിൽസ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് ദെയർ ഫ്രണ്ട്സ്. അപ്പോൾ പുതിയതായിട്ടുള്ള സ്കില്ലുകളൊക്കെ അവർ പഠിക്കുന്നത് നല്ല കൂട്ടുകെട്ടിൽ നിന്നാണ്. അതുപോലെ ഒന്നിച്ച് പല യൂണിവേഴ്സിറ്റിയിലും സ്കൂളിലൊക്കെ ഉള്ള ഓരോ പ്രൊജക്റ്റുകളിലൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും ഉണ്ടാവുന്നു എന്നുള്ളത്. ഓക്കെ, ഈ നെഗറ്റീവ് പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: മോശപ്പെട്ടുള്ള സ്വാധീനം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രഷർ ടു ട്രൈ ഡ്രഗ്സ് ഇൻക്ലൂഡിങ് ആൽക്കഹോൾസ് ഓർ സിഗരറ്റ്സ്. അതുപോലെ പ്രഷർ ടു ഹാവ് സെക്സ് എയ്തർ ബൈ എ പാർട്ട്ണർ ഓർ ഫ്രണ്ട്സ്, ആ രീതിയിലുണ്ടാവാം. അല്ലെങ്കിൽ ഇല്ലീഗൽ ബിഹേവിയർ സച്ച് എ സ്പീഡിങ് ഓർ ഷോപ്പ് ലിഫ്റ്റിംഗ്. അതായത് സ്പീഡിൽ വണ്ടി ഓടിക്കുക, നമ്മൾ എന്ന് മറ്റും ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടില്ല, അതൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് നിന്ന് വരുന്നതാണ്. ഷോപ്പ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കടകളിലൊക്കെ കയറിയിട്ട് പിക്ക് ചെയ്യുക, കട്ടെടുക്കുക സാധനങ്ങൾ, അതൊക്കെയാണ്. അതുപോലെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് ചീറ്റിംഗ് ഓൺ ടെസ്റ്റ്, കോപ്പിംഗ് അസൈൻമെൻറ്റ്സ് ഓർ ലെറ്റിംഗ് അതേഴ്സ് കോപ്പി ദെയർ വർക്ക്. ഓക്കെ, പിന്നെ സ്കിപ്പിംഗ് സ്കൂൾ ഓർ കോളേജ് ഫോർ ദ ഡേ ടു ഡു സംതിങ് എൽസ് വിത്ത് ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ പ്രഷർ ടു ഡ്രസ് എ സെർട്ടൻ വേ that doesn't feel comfortable or appropriate. ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അവരുടെ എല്ലാവരും ഒരേപോലെയാണ്, അപ്പോൾ ഞാനും അങ്ങനെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ പെടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. then pressure to not to be friends with certain people or to ignore or not include certain people in സോഷ്യൽ സിറ്റുവേഷൻസ്. അതായത് അഥവാ ഇഷ്ടമുണ്ടെങ്കിൽ പോലും ഫ്രണ്ട്സിൻ്റെ പ്രഷർ കാരണം ഇവർക്ക് ആ ഒരു ചില ആളുകൾ അവരെ കൂട്ടത്തിൽ കൂട്ടാനൊക്കെ മടിയായിരിക്കും. ഇതാണ് നെഗറ്റീവ് പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിയർ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്? പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതന്നെ നമ്മൾ പ്രഷർ ചെയ്യിപ്പിക്കുകയാണ്. നമ്മളെ പ്രഷർ ചെയ്യപ്പെടുകയാണ് ആര്? നമ്മളെ ഫ്രണ്ട്സാണ് നമ്മളെ പ്രഷർ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് പ്രധാനപ്പെട്ടുള്ള കോസസ് എന്ന് പറഞ്ഞാൽ വീക്ക് പേഴ്സണാലിറ്റി, ആൾക്ക് പേഴ്സണാലിറ്റി സ്ട്രോങ് അല്ലാതിരിക്കുക, ഫിയർ ഓഫ് റിജക്ഷൻ, അതുപോലെ സോഷ്യൽ ആക്സെപ്റ്റൻസ് നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവോയ്ഡൻസ് ഓഫ് ബുള്ളിയിങ്, ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ കൂൾനെസ്, അത് സ്റ്റൈലിഷ് ഭയങ്കര കൂളാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അത് തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ പോകാൻ തയ്യാറാവും. പിന്നെ മനുഷ്യർക്കൊക്കെ നമ്മളെ ഇഷ്ടപ്പെടണമെന്നാണ് ആഗ്രഹം. അതുപോലെ ചിലപ്പോൾ ഹോർമോണൽ റീസൺസ് ആയിരിക്കാം. ഓക്കെ, അതൊരു കാരണമായിരിക്കാം. ബാഡ് പാരൻറ്റിങ്, മോശം പാരൻറ്റിങ് ആകുമ്പോഴും അത് പിയർ പ്രഷറിന് കുട്ടികൾ അടിമപ്പെടും. പിന്നെ റിലീജിയൻ ഒരു കാരണമാണ്, കാരണം കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ആ രീതിയിലാണ്, അപ്പോൾ അവരും ആ രീതിയിലാവണം എന്നുള്ളത്. പിന്നെ മെൻ്റൽ ഇഷ്യൂസ്, കുട്ടികളുടെ മെൻ്റൽ ഇഷ്യൂസൊക്കെ തന്നെ ഈ പിയർ പ്രഷറിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? വീക്ക് പേഴ്സണാലിറ്റി, ഫിയർ ഓഫ് റിജക്ഷൻ, സോഷ്യൽ ആക്സെപ്റ്റൻസ്, അവോയ്ഡൻസ് ഓഫ് ബുള്ളിയിങ്, ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ കൂൾനെസ്, humans want to be liked, hormonal reasons, bad parenting, religion, mental issues. ഓക്കെ, പിന്നെ എഫക്ട്സ് ഓഫ് പിയർ ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ് എഫക്റ്റ്? പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യലി സ്കിൽഡ് adolescents confer developmental advantages. അതുപോലെ ലേൺ ഹൗ ടു ബി ഇൻഡിപെൻഡൻറ്റ്,
ഹാവ് എ സേഫ് പ്ലേസ് ടു മീറ്റ് ലൈക്ക് മൈൻഡഡ് ഇൻഡിവിജ്വൽസിന് മീറ്റ് ചെയ്യാനുള്ളൊരു സേഫ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കിട്ടും. ടേക്ക് പോസിറ്റീവ് റിസ്ക് ആൻഡ് ടേക്ക് ഔട്ട് വാല്യൂസ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്. അതുപോലെ നമ്മളെന്താണ് ടേക്ക് ഔട്ട് ദെയർ സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻസ്, അതിനുള്ള കപ്പാസിറ്റി വരും. അതുപോലെ ഫീൽ സേഫ് ആൻഡ് ബൂസ്റ്റ് ദെയർ സെൽഫ് കോൺഫിഡൻസ്, നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് ഇതൊക്കെ. എക്സ്പ്ലോർ ന്യൂ ആൻഡ് പോസിറ്റീവ് തിങ്സ് ഇൻക്ലൂഡിങ് മ്യൂസിക്, ക്ലോത്തിങ്, ഹോബീസ് ആൻഡ് സ്പോർട്സ് ആൻഡ് ഫീൽ ഇൻട്രസ്റ്റിംഗ് ആൻഡ് അതർ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇത് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ വരുന്നതാണ്. ഫീൽ അണ്ടർസ്റ്റുഡ് ആൻഡ് ആക്സെപ്റ്റഡ് ബൈ അതേഴ്സ് ഗോയിങ് ത്രൂ ദ സെയിം ഫേസ്. ആ ഒരേ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ആ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഇംപ്രൂവ് ദെയർ എബിലിറ്റി ടു മേക്ക് പേഴ്സണൽ ചോയ്സസ്, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവും. എലോ ഫോർ ഹൈ സെൽഫ് എസ്റ്റീം, സ്വയം ബഹുമാനിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ അവർക്ക് അതിലൂടെ വരും പോസിറ്റീവ് ചേഞ്ചസിലൂടെ. പിന്നെ സെൽഫ് വർത്ത്, അതേപോലെ അവർക്ക് അവരുടെ പേഴ്സണൽ സ്ട്രെങ്ത് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. പിന്നെ ക്യാൻ ഹാവ് എൻ ഇമ്പാക്റ്റ് ഓൺ ദ ചൈൽഡ്സ് ബിഹേവിയർ, ഈറ്റിംഗ് ഹാബിറ്റ്സ്, പ്ലേ ടൈം, സ്ലീപ്പിംഗ് പാറ്റേൺസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ അതിനൊക്കെ തന്നെ എന്താണ് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് മറ്റൊരു കാര്യം, ഈ പിയർ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോൾ മാത്രമേ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. കൊയേഴ്സീവ് ആൻഡ് കോൺഫ്ലിക്റ്റീവ് റിലേഷൻഷിപ്സ് കോൺഫർ ഡെവലപ്മെൻറ്റൽ ഡിസഡ്വാൻറ്റേജസ്. അങ്ങനെ പറഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റലായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ പെർസീവ്ഡ് ബിഹേവിയർ ആൻഡ് സാക്ഷൻസ് ഓഫ് ഫ്രണ്ട്സ് ആർ എമംഗ് ദ സ്ട്രോങ്ങസ്റ്റ് പ്രിഡിക്റ്റേഴ്സ് ഓഫ് ആൻ അഡോളസൻസ് മിസ്കണ്ടക്ട്. ഇപ്പോഴൊരു കുട്ടി മോശമായിട്ട് പെരുമാറുന്നതിന് അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ഫാക്ടറായിട്ട് വരുന്നത് ഈ കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു പ്രഷറാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഡോളസൻസ് ബിഗിൻ ടു സിക്ക് മോർ ഇൻഡിപെൻഡൻസ് ഫ്രം ദെയർ പാരൻസ് ആൻഡ് കെയറേഴ്സ്. അപ്പോൾ പാരൻസിൽ നിന്നും അതുപോലെ അവർ ടേക്ക് കെയർ ചെയ്യുന്ന ആളുകളെന്നും അവരനുസരിക്കാത്ത രീതിയിൽ പോകുന്ന ഒരു രീതിയിലേക്കുള്ള പെരുമാറ്റ രീതി അവരിൽ വരുന്നു. പിയേഴ്സ് ജനറലി ബിക്കം ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആസ് യങ് പീപ്പിൾ ട്രൈ ടു എസ്റ്റാബ്ലിഷ് ദെയർ ഓൺ ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും കാര്യങ്ങൾക്കൊക്കെ അവർ അതായിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ അവർക്ക് ആ ഒരു ഞാൻ മതി എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടീനേജേഴ്സ് ഹു ചൂസ് ടു ദ റോങ് പിയർ ഗ്രൂപ്പ്സ് മേ ഫൈൻഡ് ദംസെൽഫ് ഗെറ്റിംഗ് ഇൻ ടു ട്രബിൾ. അറിയാലോ, കൂട്ടത്തിൽ കൂടി പല പല പ്രശ്നങ്ങളിലേക്കും അവർ പോയിട്ട് തള്ളി നിൽക്കാൻ അല്ലെങ്കിൽ പെടാൻ സാധ്യതയുണ്ട്. അവർക്ക് സഫർ ഫ്രം ദ ലോസ് ഓഫ് ദെയർ ഇൻഡിവിജ്വാലിറ്റി, അവരുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല, അവർ ആ ഗ്രൂപ്പിലുള്ളവർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവരുമായി മാറുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ഉണ്ട്. എക്സ്പീരിയൻസ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ് ആൻഡ് അതർ ഇമോഷണൽ പ്രോബ്ലംസ് ദാറ്റ് മേക്ക് കണ്ടിന്യൂ ഇൻ ടു അഡൽട്ട്ഹുഡ്. അതായത് ഈ ഒരു ഡിസ്ട്രെസ്സും ഇമോഷണൽ പ്രോബ്ലംസൊക്കെ പിന്നെ ഈ ഒരു വളർന്ന അഡോളസൻസ് കഴിഞ്ഞാലും ചിലപ്പോൾ അവരുടെ അഡൽട്ട്ഹുഡിലേക്കും തന്നെ നീങ്ങി അല്ലെങ്കിൽ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. വെൻ അഡോളസൻസ് സഫർ പ്രിയർ റിജക്ഷൻ ദേ ഓഫൻ ഫീൽ ലോൺലി ആൻഡ് സോഷ്യലി ഡിസാറ്റിസ്ഫൈഡ്, എക്സ്പീരിയൻസിങ് ലോവർ സെൽഫ് എസ്റ്റീം ആൻഡ് മേ ഫീൽ മോർ ഡിപ്രസ്ഡ്. ഓക്കെ, അതിനൊരു കാരണം കുട്ടികൾ കൂടുതൽ ഡിപ്രഷനിലേക്കൊക്കെ വിടും. കാരണം ഈ ഒരു പിയർ റിജക്ഷനിലൂടെ ഫ്രണ്ട്സ് അവർ റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ peer rejection can also lead to problems later in life such as mental health problem and dropping out of school. Okay, then adolescents who are more likely to succumb to peer pressure often feel isolation from peers, lack direction in their lives, are uncertain about their place in a peer group and have low self-esteem causing anxiety and anger. അതായത് ഈ കൂടുതലായിട്ട് എന്താണ് പിയർ പ്രഷർ അനുഭവിക്കുന്ന കുട്ടികൾ കൂടുതലായിട്ട് എന്താണ് അവരുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുന്നതിലൂടെ അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവുകയും അതിലൂടെ അവർക്ക് ആൻസൈറ്റി ആങ്കറൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ വല്ലാതെ ഫ്രണ്ട്സിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ ലാക്ക് ഫാമിലി സപ്പോർട്ട്. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് ഫാമിലി സപ്പോർട്ട് ഫോർ ദോസ് ഹു ഗിവ് ഇൻ ടു നെഗറ്റീവ് പിയർ പ്രഷർ. ഓക്കെ, അതുപോലെ യങ് പീപ്പിൾ ആർ മോർ സക്സെപ്റ്റബിൾ ടു എ സർജ് ഓഫ് വൾനറബിലിറ്റി causing them to go out and participate in activities with the wrong crowd. അതായത് ഇങ്ങനെയുള്ള വൾണറബിൾ ആയിട്ടുള്ള ആളുകളാണ് എപ്പോഴും പ്രശ്നങ്ങളിലേക്കും ഈ ഇപ്പം മോബ് ആയിട്ടുള്ള അറ്റാക്കുകളും കാര്യങ്ങളിലേക്കും കൂടുതലായിട്ട് എത്തുന്നത് ഈ പിയർ പ്രഷറിൻ്റെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മെൻ്റലി നിങ്ങൾ മനസ്സിലാക്കുക ഡെവലപ്മെൻറ്റലായിട്ട് തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അവർക്ക് ക്രിമിനലായിട്ടുള്ള സ്വഭാവത്തിലേക്ക് കൂടുതലായിട്ട് അവർ എത്തിപ്പെടും. അവർക്ക് പാരൻസ് ഒന്നും വേണ്ട, മറ്റുള്ളവരൊന്നും വേണ്ട എന്നുള്ള ഒരു തോന്നൽ അവരിൽ കൂടുതലായിട്ട് ഉണ്ടാവും. അവരെന്താണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തും. അവരുടെ ഇൻഡിവിജ്വാലിറ്റി അവർക്ക് നഷ്ടപ്പെടും.
അതുപോലെ തന്നെ അവർ ഈ ഒരു പ്രോബ്ലം അവർ കണ്ടിന്യൂ ചെയ്ത് അഡൾട്ട്ഹുഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ അവർക്ക് ഭയങ്കരമായിട്ട് ലോൺലി ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യത കുറവാണ്. അതേപോലെ അവർ എന്താണ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസും സ്കൂളിൽ ഡ്രോപ്പ് ഔട്ടൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇവർ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ട് ഇവരുടെ ഡിറക്ഷൻ ഒന്നും ഉണ്ടാവില്ല ഇവർക്ക് ലൈഫിൽ. അതിലൂടെ അവർ അവസാനം ആൻസൈറ്റിയിലേക്കും ആങ്കറിലേക്കും എത്തും. അതുപോലെ ഫാമിലി സപ്പോർട്ടൊക്കെ ഇവർക്ക് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അവരെപ്പോഴും ഈ റോങ് ക്രൗഡിലേക്ക് മിക്സ്ഡ് അപ്പ് ആയിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇഷ്യൂസ് റിലേറ്റഡ് ടു പിയർ ഇൻഫ്ലുവൻസ് അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. There are adolescents who are simply more independent and can resist peer influence better than the others. Studies show children and young people who are supported by family members are less likely to be affected by peer influence. Okay, അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? സം സജഷൻസ് ഹെൽപ്പ് ഇൻ സപ്പോർട്ടിങ് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ഇൻ റിലേഷൻ ടു പിയർ പ്രഷർ. എന്തൊക്കെയാണ്? ഓൾവേസ് കീപ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാരൻറ്റ് ആൻഡ് ചൈൽഡ്. എപ്പോഴും അവിടെ ഒരു കമ്മ്യൂണിക്കേഷനുള്ളൊരു പോസിബിലിറ്റി ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ട്രൈ ടു ബി ഓപ്പൺ ആൻഡ് ഓപ്പൺ മൈൻഡഡ് വെൻ ഡിസ്കസിങ് പിയർ റിലേറ്റഡ് ഇഷ്യൂസ് വിത്ത് അഡോളസൻസ്. ഓക്കെ, അതുപോലെ തന്നെ ട്രൈ നോട്ട് ടു ടേക്ക് ഇറ്റ് പേഴ്സണലി വെൻ യങ് പീപ്പിൾ വാണ്ട്സ് ടു ബി വിത്ത് their peers, since criticism of their friends and peers is like a criticism of their ability to make good choices. ഒന്നും തന്നെ പേഴ്സണലായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. കുട്ടികളുടെ തീരുമാനങ്ങളും കാര്യങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും അത് കുറ്റപ്പെടുത്താതെ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തോ, ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട് ഒരു കാര്യം ചെയ്തോ, ഓക്കെ അതേപോലെ തന്നെ അത് ശരിയായില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ കുറ്റപ്പെടുത്തുമ്പോൾ അത് അവരെ കുറ്റപ്പെടുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഹെൽപ്പ് അഡോളസൻസ് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് in making decisions and remind them to think about the possible consequences of their choices. അവർക്ക് വാല്യൂസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനും അതിലൂടെ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നമുക്ക് കഴിയണം. അങ്ങനെ ആകുമ്പോൾ അവർക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് അവർ ചിന്തിച്ചിട്ടേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ഡോണ്ട് വെറി ടു മച്ച് അബൌട്ട് മൈനർ തിങ്സ് സച്ച് ആസ് ഹെയർ സ്റ്റൈൽസ് ഓർ ഫാഷൻ. മുടിയൊന്ന് ഉയർത്തിക്കെട്ടി കയ്യിലേശം കുറവായി അതിനും കൂടിയൊക്കെ ടെൻഷനായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗൈഡൻസ് നമ്മൾ അവരെന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം അവരെ ഡീൽ ചെയ്യുന്ന സമയത്ത്. യങ് പീപ്പിൾ ജനറലി ഗെറ്റ് പാസ് ദിസ് എക്സ്പെരിമെൻറ്റിംഗ് ഫേസ് ഇൻ ദെയർ ലൈഫ് വിത്തൗട്ട് ടു മച്ച് ട്രബിൾ. അതങ്ങ് കഴിയുമ്പോൾ അതങ്ങോട്ട് ശരിയാവും. ഒരു ടീനേജ് കഴിയുമ്പോഴേക്ക് അവർക്ക് അതിലൊക്കെ ഒരു അടക്കം ഒതുക്കൊക്കെ അല്ലെങ്കിൽ അവർ ആ രീതിയിൽ അതിനോട് അവർ കണ്ടൻറ്റഡായി ജീവിക്കാൻ പഠിക്കുമെന്നാണ് പറയുന്നത്. എൻകറേജ് അഡോൾസൻറ്റ് ചിൽഡ്രൻ ടു ചൂസ് ദെയർ ഫ്രണ്ട്സ് വൈസ്ലി. അതായത് ബുദ്ധിപൂർവ്വമായിട്ട് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. ടീച്ച് യങ് പീപ്പിൾ ഹൗ ടു ബി അസേർട്ടീവ് ഇൻ എ റെസ്പെക്റ്റ്ഫുൾ വേ എന്നാണ് അവിടെ വേണ്ടത്. റെസ്പെക്റ്റ്ഫുൾ വേ ആണ് കേട്ടോ ഇവിടെ വേണ്ടത്. എങ്ങനെയാണ് അവരെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. എന്നാൽ മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത രീതിയിലാവും ചെയ്യരുത്. കാര്യങ്ങൾ പറയണം, പക്ഷെ അത് ബഹുമാനത്തോടു കൂടി പറയുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഓക്കെ, ഷോ യങ് പീപ്പിൾ ദാറ്റ് യു ട്രസ്റ്റ് ദം. If they make a mistake, be patient and discuss with them how they could do better next time. Okay, ആയിട്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ അവർ ട്രസ്റ്റ് ചെയ്യണം, എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം, അവർക്ക് ഒരു ക്ഷമയോട് കൂടി ഇടപെടണം എന്നാണ് പറയുന്നത്. സപ്പോർട്ട് അഡോളസൻസ് ടു ബി കോൺഫിഡൻറ്റ് ആൻഡ് ട്രൂ ടു ദംസെൽവ്സ് ആൻഡ് ഷോ ദം കെയർ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം, അവരോട് കോൺഫിഡൻ്റ് ആയിരിക്കാൻ പറയണം, എന്നിട്ട് അവർ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർക്ക് എപ്പോഴും ബോധ്യപ്പെടുത്തി കൊടുക്കണം. Help them realize that life is not about fitting into set mold or conforming to the behavior of their peers. Rather, it is about being a part of a group while retaining their own individuality. അപ്പോൾ അവരുടെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവർ ഒരു നല്ലൊരു ബിഹേവിയറിലേക്ക് എത്താൻ പറ്റണം. ഫ്രണ്ട്സിൻ്റെ ഓടും നല്ല രീതിയിൽ പെരുമാറാനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും ഒരൊറ്റ അച്ചിൽ വാർത്ത പോലെ രീതിയിലേക്ക് എല്ലാവരും എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ അവിടെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി പറയുന്ന അവരുടെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ അതായത് ഈ ഒരു ഇഷ്യൂസ് റിലേറ്റഡ് ടു പിയർ ഇൻഫ്ലുവൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ അവരായിട്ട് ബന്ധം സ്ഥാപിക്കുക. ട്രൈ ടു ബി ഓപ്പൺ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. ദറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം, ട്രൈ ടു റെസ്പെക്ട് ദം, ട്രൈ ടു നോട്ട് ബ്ലെയിം ദം ഫോർ മൈനർ മിസ്റ്റേക്സ്. അതുപോലെ ആസ്ക് ദം ടു ചൂസ് ദെയർ ഫ്രണ്ട്സ് വൈസ്ലി ആൻഡ് ടു ബിക്കം അസർട്ടീവ് ഇൻ എ റെസ്പെക്ട്ഫുൾ വേ. അതുപോലെ തന്നെ യു ഷുഡ് ട്രസ്റ്റ് ദം.
റെസ്പെക്ട് ആൻഡ് ട്രസ്റ്റ് ദം ആസ് വെൽ. രണ്ട് രീതിയിലും നിങ്ങൾക്ക് കഴിയണം. അതുപോലെ തന്നെ അവരെന്താണ് ഒരൊറ്റ സെറ്റ് മോഡിലേക്ക് തന്നെ എത്തി എല്ലാവരും നിൽക്കണമെന്ന് വാശി പിടിക്കാതെ മനസ്സിലാക്കി അവരോട് പറയാം എന്താണ് ഏത് ഗ്രൂപ്പിലാണെങ്കിലും സ്വന്തം കാര്യങ്ങളും സ്വന്തം തീരുമാനങ്ങളും എടുക്കാനും അത് തൻ്റെ അടുത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയണം എന്ന് പറയാം. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന എന്താണ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇഷ്യൂസ് റിലേറ്റഡ് ടു പിയർ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഓർമ്മ ഉണ്ടോ? ദാറ്റ് ഈസ് നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയത് പിയർ ഇൻഫ്ലുവൻസ് എന്താണെന്ന് പറഞ്ഞു. അത് അതിലൂടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എങ്ങനെ പിയർ ഇൻഫ്ലുവൻസ് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് വരുന്ന ഇൻഫ്ലുവൻസുകൾ നല്ല സ്വഭാവ ഗുണം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് ക്രൈമും കാര്യങ്ങളിലേക്കും ചീത്തപ്പേരിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേഴ്സണാലിറ്റിയുടെ ഒരു വീക്ക്നെസ് കൊണ്ടാണ്. പിന്നെ ഒറ്റപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുകയോ എന്നൊക്കെ, അല്ലെങ്കിൽ ബാഡ് പാരൻറ്റിങ്ങോ, ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ആ ഒരു പിയർ പ്രഷറിലേക്ക് അവരെത്തുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ എഫക്ട്സ് പറഞ്ഞു. പോസിറ്റീവായിട്ട് വരുന്ന എഫക്ട്സ് നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. എല്ലാ രീതിയിലും അവർക്ക് കോൺഫിഡൻ്റ് ആയിരിക്കും, സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, സെൽഫ് എസ്റ്റീം ഉണ്ടാവും, വളരെ നല്ല ബിഹേവിയറും നല്ല പാറ്റേണും കാര്യങ്ങൾ ഈറ്റിങ്ങും സ്ലീപ്പിങ്ങും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പാറ്റേണൊക്കെ വളരെ നല്ലതായിരിക്കും. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതൊക്കെ പോസിറ്റീവ് ചേഞ്ചസ്. നെഗറ്റീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ മോശം രീതിയിലാക്കുന്ന രീതിയിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇതിൻ്റെ മോശമായിട്ടുള്ള ചേഞ്ചസ്, നെഗറ്റീവ് ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, പല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് വി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം, വി ഷുഡ് ബി ഏബിൾ ടു ട്രസ്റ്റ് ദം, അതൊക്കെയാണ്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്.